കൂട്ടുകാരി, അപ്പോൾ നമുക്ക് ഇന്നൊരു വയണയിലപ്പം തയ്യാറാക്കാം. എൻ്റെ രീതിയിൽ ഞാൻ തയ്യാറാക്കുകയാണ്. ഞാൻ കുറച്ച് പഴങ്ങളെല്ലാം വൃത്തിയാക്കി എടുത്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഞാൻ ഗോതമ്പ് പൊടിയിൽ ആദ്യമായിട്ടാട്ടോ തയ്യാറാക്കുന്നത്. ഞാൻ സാധാരണ അരിമാവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയിൽ മണ്ണും കല്ലൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അരിച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി എന്താ പറയുക, ഏലക്കയും ഇച്ചിരി പഞ്ചസാരയും ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ അവിടെ ഇരുന്നൊരാൾ നോക്കുന്നുണ്ട്, കാത്തു. അപ്പോൾ അതിന് നമ്മുടെ കാത്തു പൂച്ചയ്ക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലും ഈ ഇതൊക്കെ ഇട്ട് ഇളക്കിയിട്ട് കൊടുക്കുമ്പം ഞാനങ്ങനെ തിന്നാറുണ്ട്. അപ്പോൾ ഞാൻ തിന്നുമ്പോൾ ഒരു ദിവസം ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വന്ന് നോക്കിയിരിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും അതായിരുന്നു, ഞാൻ കുറച്ച് കൊടുത്ത് എന്നിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ മാവ് നല്ലപോലെ ഒന്ന് ഇളക്കി തയ്യാറാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പനിയായിരുന്നെടോ, പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നാൾ വീഡിയോസൊന്നും ഇട്ടില്ല. പിന്നെ ന്യൂ ഇയറിൻ്റെ അന്നാണ് ഒരു വീഡിയോസൊക്കെ ഇട്ടത്. പിന്നെ ആരും ലൈവിൽ വരുമ്പോൾ ഒന്നും കയറാതെ ഒന്നും ഇല്ലായിരുന്നു. ഫോണൊന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ അതുപോലെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പഴയതുപോലെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ ആരും കാണാറില്ല, എല്ലാവരും മറന്നു പോയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. കാണുമ്പോഴൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. 2-3 ദിവസം ആയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാനത് ആ ഇലയൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണ്ടേ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇലയെല്ലാം കഴുകി ഇതെങ്ങനെ മടക്കണമെന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ അവിടെ അമ്മയൊക്കെ എങ്ങനെ കുമ്പിൾ കുത്തുന്നതെന്നായിരിക്കും. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുമ്പിളൊക്കെ കുത്തി സെറ്റാക്കി ഇതുപോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ തയ്യാറാക്കുന്നത്? എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് പറക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ഞാൻ കുറേ നേരം ഇട്ട് വേവിച്ചിട്ട് ഓർമ്മ കഴിച്ചു നോക്കുമ്പോഴാണ് എനിക്ക് വെന്തെന്ന് മനസ്സിലാകുന്നത്. ഇത്ര സമയമായെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റേതായിട്ടുള്ള ഞാൻ മാവ് കുത്തിക്കയറ്റി വെച്ചേക്കുന്ന കണക്കൊക്കെ അല്ലേ അത് വേവത്തുള്ളൂ, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-30 മിനിറ്റ് വെച്ചെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ നോക്കിയപ്പോൾ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ, നല്ല മണമാട്ടോ. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണോ തയ്യാറാക്കുന്നത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.